നിന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഉമറേ, നിങ്ങൾ ഇപ്പോഴും യഥാർത്ഥ മുഅ്മിനായിട്ടില്ല. ആരോടാണ് പറയുന്നത്? അഷ്റഫുൽ മുബശ്ശിർ എഴുത്തങ്ങൾ നേരെ നോക്കി കഴിച്ചുകൊണ്ട് അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന. ഓ ഉമറേ, ഓ അബൂബക്കർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, നിങ്ങൾ ഓരോരുത്തരും സ്വർഗ്ഗത്തിലാണെന്ന് ഈ ദുനിയാവിൽ തന്നെ സർട്ടിഫൈഡ് ചെയ്ത ഈ ഉമർ തങ്ങളോട് നബി പറയുന്നത്, നീ മുഅ്മിനായിട്ടില്ല. കാരണം നിന്റെ സ്വന്തം ശരീരത്തെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നവരെ നീ മുഅ്മിനാവുകയില്ല ഉമറേ. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ സ്വശരീരത്തെക്കാളേറെ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടും നബിയെ, അല്ലാത്തവരെ മുഅ്മിനാവുകയില്ല. ഒരേ ഒരു ചരിത്രം ലോകത്ത് മഹാന്മാരൊക്കെ മറച്ചുപോയ ഒരു ചരിത്രം നമുക്ക് നിർത്താം. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നമ്മുടെ ഈ പട്ടിപ്പത് പള്ളിയിൽ വെച്ച് ആഴ്ച നടക്കുന്ന സ്വലാത്ത് മജ്ലിസില്ലേ, അതുകൊണ്ട് സാന്ദർഭികമായ എന്റെ സഹോദരിമാർക്ക് ഒരു സന്തോഷ വാർത്ത. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ തന്നെ പെണ്ണുങ്ങൾക്ക് മാസത്തിൽ ഇതേപോലെ വന്നിവിടെ സ്വലാത്ത് മജ്ലിസിൽ കൂടാനുള്ള ഒരു അവസരം നമ്മുടെ കമ്മിറ്റി അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇനി മാസാമാസം വന്നിവിടെ ഇതേപോലെ നമ്മുടെ പുണ്യമായ വിശുദ്ധമായ നിമിത്തങ്ങൾ മദീനയിൽ നേരിട്ട് നോക്കുന്ന, നിമിത്തങ്ങൾ നേരിട്ട് വന്നു പോകുന്ന ആ സ്വലാത്ത് മജ്ലിസിലേക്ക് നിങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിക്കും. അല്ലാഹു നമ്മുടെ പദ്ധതികൾ പെട്ടെന്ന് പൂർത്തിയാക്കി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ ഒരു വിഷയം പറഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പള്ളി നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലെ ഓരോ ഉമ്മമാർ 100 പ്രശ്നങ്ങൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്ന, കുട്ടികളോട് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് ചീരിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വലാത്തിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അത് വിശുദ്ധമായ ഖുർആൻ ആയത്തിൽ തുറന്നുകൊണ്ട് ഈ വട്ടിപ്പത് നാട്ടിലാകട്ടെ, നമ്മുടെ മഞ്ചേശ്വരത്താകട്ടെ, ലോകത്ത് എവിടെയായിരുന്നാലും ഒരു സത്യവിശ്വാസിയുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ പള്ളി നടക്കുന്ന സ്വലാത്ത് മജ്ലിസാണ്. എത്ര വലിയ ക്യാൻസർ രോഗം വന്നാലും, എത്ര വലിയ കോടികളുടെ കടങ്ങൾ വന്ന് ഭവിച്ചാലും, നമ്മുടെ മക്കളൊക്കെ കൈ മുമ്പിൽ, നമ്മുടെ ഉമ്മവാപ്പന്മാർ നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ടു പോയാലും നമുക്ക് ഒരേ ഒരു പരിഹാരം അത് മുത്തനബിതങ്ങൾ മാത്രമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഓർഡറുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഓ നബിയേ, ഫലാ വറബ്ബിക ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഓ നബിയേ, നിങ്ങൾ ഒരു വിഷയത്തിൽ, ഈ സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങൾ ഒരു വിഷയത്തിൽ പരിഹാരമാക്കുന്നതുവരെ അവരാരും മുസ്ലിമീങ്ങളാവുകയില്ല, അവരാരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ